പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പലയിടത്തും നിങ്ങൾ കണ്ടു. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആ സ്ത്രീയായിട്ടുള്ള ഉടക്ക് ശ്വേതാമേനോൻ എന്നുള്ള ക്യാരക്ടറുണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണത്. കാരണം എൻ്റെ പട്ടാളക്കാർക്ക് മുറിവേറ്റിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് അതിൽ പലരും ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെക്കുറിച്ചല്ല പറയുന്നത്. കാരണം അവരെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രസക്തിയില്ല, അതിന് ന്യൂസ് വാല്യൂ ഇല്ല. നേരെ മറിച്ച് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ ചിലപ്പം അവർക്ക് ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അത് സെൽഫിഷ് ആയിട്ടുള്ളൊരു ജേർണലിസം എന്ന് മാത്രമേ ഉള്ളൂ. ആ സെൽഫിഷ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് നല്ലവരായിട്ടുള്ള ജേർണലിസ്റ്റിൻ്റെ ഇടയിൽ കൂടെ ഒന്നോ രണ്ടോ പേര് ഇതുപോലെ ഇൻഡിവിജ്വൽ സെൽഫിഷ്നെസ് കാണിക്കുന്നുണ്ട്. ആ സെൽഫിഷിനെയാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ആ സെൽഫിഷ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അവിടെ സന്തോഷ് ജോഗിയുടെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അപ്പോഴും ഈ ജേർണലിസ്റ്റിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രശ്നം എന്താണ്? അല്ല, നിങ്ങൾ അതൊക്കെ ഓക്കെ, സറണ്ടറായ ഒരു മിലിറ്റൻറ്റിനെ എന്തിനു വെടിവെച്ച് കൊന്നു? ഇവിടെ മരിച്ചു പോകുന്നൊരു പട്ടാളക്കാരൻ്റെ ഫീലിംഗ് ആർക്കും പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ചിന്തയില്ല. മരിച്ചുപോയി, അവരുടെ ഡെഡ് ബോഡി കയറ്റി വിട്ടു, ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. അപ്പോൾ അതിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കാശ്മീരിലൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത്. ഈവൻ ഇന്നത്തെ വലിയൊരു ജേർണലിസ്റ്റ് അന്ന് 91 ഞാനായിട്ട് നല്ല ഉടക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം അവരെക്കുറിച്ച് കോൺട്രവേഴ്സീസ് എല്ലാം വരുന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ ഇവിടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ക്രിയേറ്റ് എനി കോൺട്രവേഴ്സി ഓൺ ദിസ് തിങ്. അപ്പോൾ അങ്ങനെയുള്ള സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ പലരും ഉണ്ട്, പലരും അവർ കയറി വരികയും. അതുകൊണ്ടാണ് ആ സറണ്ടർ ആയിട്ടുള്ള മിലിറ്ററി. ഇന്നിപ്പോൾ സറണ്ടർ ആയിട്ടുള്ള മിലിറ്ററിനെ നിങ്ങൾ സമൂഹത്തിൻ്റെ ഓരോരുത്തരും മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും. കേരളത്തിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ എടുത്തു തരാം. സൗമ്യ വധക്കേസ് കഴിഞ്ഞിട്ട് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട അവനെ ജനങ്ങൾ പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം പ്രൈമ ഫേഷ്യ എവറിത്തിങ് ഈസ് പ്രൂവ്ഡ്. അത് കഴിഞ്ഞ് കോടതിയിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പൊന്നുച്ചാമി എന്നവനെ തൂക്കിക്കൊല്ലണമെങ്കിൽ എത്ര കാലം പിടിക്കും? ഇതുവരയ്ക്കെല്ലാം പൈസ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും സമ്പാദിക്കുന്നതിൻ്റെ 30-34% ഒരു രൂപ സമ്പാദിക്കുന്ന സമയത്ത് 57 പൈസയും ഗവൺമെൻറ് തിരിച്ച് ടാക്സ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാശിൽ നിന്നാണ് ഈ പൊന്നുച്ചാമീനെയും കസവനെയൊക്കെ ബിരിയാണിയും കൊടുത്തിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഞാനെന്ന പട്ടാളക്കാരൻ്റെ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടെ കടന്നു പിടിച്ചു. ഇപ്പം ഞാൻ മുരുകൻ നള്ളീനെ ഇവരെല്ലാവരെയും രാജീവ് ഗാന്ധി വധക്കേസിൽ ഞാൻ പിടിച്ചിട്ട് ജയിലിനകത്ത് ആക്കിയിട്ട് തൂക്കിക്കൊല്ലാൻ വെച്ചിട്ട് രാജീവ് ഗാന്ധി എന്ന മനുഷ്യനെ എൻ്റെ വധം നടന്നിരിക്കുന്ന മെയ് 20-ാം തീയതി 1991. അത് കഴിഞ്ഞിട്ട് 21 കൊല്ലമായിട്ടും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊല ചെയ്യപ്പെട്ടവരുടെ വികാരം നിങ്ങൾ അവരുടെ ഫാമിലീസിൻ്റെ വികാരം നിങ്ങൾ എന്തുകൊണ്ട്? ഇതിനൊരു സിസ്റ്റം വരണം. കേസ് ഡിസിഷനായി അതിന് ഇമ്മീഡിയറ്റ്ലി ഫാസ്റ്റ് ട്രാക്കിനകത്ത് പണിഷ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിൽ കുറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പോലും കുറ്റം ചെയ്യാതിരിക്കും. അപ്പോൾ അതിൻ്റെ പണിഷ്മെൻറ്റ് ഓൾസോ ഷുഡ് ബി ദാറ്റ് ഹാർഡ്. അവർക്ക് യാതൊരു ദയയും ദാക്ഷിണ്യം നമ്മൾ അത് നന്നായിട്ടങ്ങ് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്തിനാണ് ഈ ദയാ ഹരിജി എന്നുള്ളത്? ഈ മനുഷ്യൻ മറ്റൊരാളെ കൊല്ലുന്ന സമയത്തോ അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന സമയത്തോ ആ മനുഷ്യന് ഈ സമൂഹത്തിനോട് യാതൊരു വിധത്തിലുള്ള ദയം തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട്? അപ്പം ഞാനെന്ന പട്ടാളക്കാരൻ, ഞാനെന്ന റൈറ്റർ, ആ ഒരു വികാരത്തിലാണ് ഞാനതിരുന്നത്. ഞാൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്നെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷുഡ് ബി പണിഷ്ഡ്. സോ ദാറ്റ് വിൽ ബി എൻ എക്സാമ്പിൾ. അതൊരു എക്സാമ്പിൾ ആയിരിക്കണം പബ്ലിക്കിന്. ഇനി കുറ്റം ചെയ്യരുത്. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെയുള്ള കുറ്റങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു? കാരണം കുറ്റം ചെയ്തിട്ട് ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അവിടെ അവരെ രക്ഷിക്കാൻ ആൾക്കാരുണ്ട്. അവരുടെ ജീവിതം സുഗമമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ളവർ പുറത്ത് കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിൻ്റെ 53% തിരിച്ചു വാങ്ങിച്ച് ഇവർക്ക് ബിരിയാണിയും പുട്ടും അടിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. സോ അത് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഐ വോണ്ട് എഗ്രി ഫോർ ദിസ് തിങ്. അപ്പോൾ എൻ്റെ കഥാപാത്രം എന്ന് പറയുന്ന മേജർ മഹാദേവനിൽ എന്നിലൂടെയുള്ള വികാരം ആസ് എ റൈറ്റർ, ആസ് എൻ ആർമി മാൻ, എവറിഥിങ് ഈസ് പോർട്രേറ്റ് ത്രൂ മേജർ മഹാദേവൻ. പലരും പറയും ഒരു പാട്ട്, ഒരു ഐറ്റം നമ്പർ, ഇതൊക്കെയാണ് ഈ പറഞ്ഞത് ഈ കൺവെൻഷണൽ വേ ഓഫ് തിങ്കിങ്. ഏതൊക്കെയോ ഒരു പടത്തിനകത്ത് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ ഫോളോ ചെയ്യുന്ന ഇന്ന് മലയാള സിനിമയിൽ പലധികം ചേഞ്ചസുകളും കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരൻ്റെ ലൈഫിലോട്ട് ചെറിയ ചെറിയ സംഭവങ്ങളെ കഥകളാക്കിയിട്ട് വരുന്നതാണ് പടങ്ങൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ പഴയ സിസ്റ്റം ഓഫ് വേ ഓഫ് റൈറ്റിംഗ് ഇന്നതൊക്കെ വേണം. മസാലകൾ 4 പാട്ട്, 2 ഡാൻസ്, 10 ഫൈറ്റ് അല്ലെങ്കിൽ 6 ഫൈറ്റ്, ഗോൺ ആർ ദോസ് ഡേയ്സ്. ഇന്ന് ഹിറ്റായിട്ടുള്ള പടങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റസ്റ്റ് ടോക്ക് അബൌട്ട് സോൾട്ട് ആൻഡ് പേപ്പറോ അല്ലെങ്കിൽ ഓർഡിനറി എന്നുള്ള പടങ്ങളും അതുപോലെ ഇപ്പോൾ 22 ഫീമെയിൽ, ഈ പടങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിനും വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളുണ്ട്. സോ ഞാനെന്ന എഴുത്തുകാരൻ ഇതെല്ലാം കണ്ടിട്ട് ചിന്തിക്കണം, ഐ ഷുഡ് ചേഞ്ച് ദ പാറ്റേൺ. സോ ദാറ്റ് ഈസ് വേർ യുവർ സിനിമ ആൻഡ് ദിസ് ഇൻഡസ്ട്രി വിൽ ഗ്രോ. സോ എല്ലാ സ്ഥലങ്ങളും ഒബ്സർവേഷൻ ചെയ്തിട്ട് എഴുതുക എന്നുള്ളത്, അത് തന്നെത്താൻ ഇരുന്ന് എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ ആ സിനിമ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രം ഇമാജിൻ ചെയ്ത് പലതും എഴുതാം. ഇപ്പം എഴുതി വെക്കാൻ ലെഫ്റ്റ് സൈഡിൽ മഞ്ഞുമലകളുടെ പശ്ചാത്തലത്തിൽ, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലായിരിക്കും. ഇവിടെ എഴുതി വയ്ക്കുന്ന മഞ്ഞുമല എന്നുള്ളതാണ്.
സോ യു കനോട്ട് റൈറ്റ് സംതിങ് വിച്ച് യു കാൻ ഡു ഇറ്റ്. ഇമാജിനേഷൻ എന്തും ആവാം, പക്ഷേ അത് എഴുതി സിനിമയാക്കിയിട്ട് വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ആ ബഡ്ജറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ നല്ലൊരു സിനിമ. കീർത്തിചക്രം അങ്ങനെ എഴുതിയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ഞാൻ കണ്ട കാശ്മീരും ഞാൻ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കാശ്മീരും ആ കാശ്മീരിൻ്റെ പശ്ചാത്തലത്തിൽ അതേ സമയത്ത് ക്ലൈമറ്റിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാൻ എഴുതിയതെല്ലാം അതിനകത്തുണ്ട്. ദൂരെ മഞ്ഞുമല എന്നുള്ളതുണ്ടെങ്കിൽ അതുണ്ടായിരിക്കും. വൈഡ് ഫ്രെയിം വെക്കുന്ന സമയത്ത് ഗുൽമർഗിലത്തെ മഞ്ഞ് ടോപ്പ് അവിടെ കാണാം. അതിൻ്റെ എഴുത്ത് തുടങ്ങി അവസാനം വരുമ്പോൾ പലയിടത്തും ഞാൻ കഥ പറയുന്ന സമയത്ത് പലരും ചോദിക്കും ലാസ്റ്റ് 40 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു റേപ്പ് അങ്ങ് തുടങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു അതെൻ്റെ മനസ്സിനകത്തുണ്ട്, അതെനിക്ക് എഴുതാൻ പറ്റില്ല. ആ റേപ്പ് അത് കഴിഞ്ഞ് ഇതെല്ലാം പിക്ചർ എൻ്റെ മനസ്സിനകത്തുണ്ട്, എവിടെ കട്ട് ചെയ്യണം, എന്ത് കട്ട് ചെയ്യണം. അപ്പോൾ അത് നോർമലായിട്ടൊരു 4 പേജിൽ എഴുതി തീർത്തു ഈ 40 മിനിറ്റിൻ്റെ സംഭവം. ആക്ഷൻ അതവിടെ മാർക്ക് ചെയ്ത് വിട്ടു. ആ ആക്ഷനകത്ത് ഡബിൾ ആക്ഷൻ വരുന്നു. കാരണം 6 പേരെ കൊന്നിട്ട് തിരിച്ച് എന്തോ ആ സ്ത്രീ പറയുന്നത് കേട്ടിട്ട് അറ്റൻഷൻ വാങ്ങിച്ചു, അപ്പോൾ ഇനി ഒരാളും കൂടെ ഉണ്ടാകത്ത്. ഇങ്ങനെയൊക്കെയുള്ള ആ റൈറ്റിംഗ് അതെനിക്ക് എഴുതിയിട്ട് ഫലിപ്പിക്കാൻ പറ്റില്ല. സോ ഐ ജസ്റ്റ് തോട്ട് ദാറ്റ് ഓക്കെ ദർ ഇസ് എ ഡീവിയേഷൻ, 6 പേരെ കൊന്നു, ഇന്നത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നീട് നമ്മൾ ലൊക്കേഷനിലാണ് ഇത് കാണുന്ന സമയത്ത് ഓരോന്നായിട്ട് അതിലൊന്നും അധികം ഡയലോഗില്ല. അപ്പോൾ അത് എഴുതാൻ സ്ക്രീൻ പ്ലേ മാതിരി എഴുതി ലെഫ്റ്റ് സൈഡിൽ എഴുതി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ 15 പേജൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണും, റൈറ്റിൽ ഒരു ഡയലോഗും ഇല്ലാതെ. സോ ഐ റോട്ട് ദാറ്റ് സ്റ്റോറി ജനങ്ങൾക്ക് പട്ടാളക്കാരെക്കുറിച്ചും അതുപോലെ തന്നെ ആ ഒരു നാഷണൽ സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു പട്ടാളക്കാരൻ എന്നുള്ള ആൾ എന്ത് ചെയ്യുന്നു, അയാളിൽ കൂടെ നമ്മുടെ ജനസമൂഹം കണ്ടറിഞ്ഞിട്ട് എനിക്കും ഇതുപോലെ ചെയ്യണം, എനിക്കും ഇതുപോലെ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായിട്ടുള്ളൊരു സർവീസ് രാജ്യത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ള സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ പടം എഴുതിയത്. അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ് ആ സിനിമ കണ്ടിട്ട് ക്ലൈമാക്സിൽ സൈലൻ്റോടുകൂടി ഇരുന്ന് കണ്ടിട്ട് ക്ലൈമാക്സിൽ മിഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഭാരത് മാതാ കി ജയ് എന്നും വിളിച്ചിട്ട് ഇറങ്ങി വരുന്ന ക്രൗഡിനെ കാണുമ്പോൾ ഞാൻ എഴുതിയത് കറക്റ്റാണെന്നുള്ളത് അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടിയെന്നുള്ളത് തോന്നുന്നു. സോ ദാറ്റ് ഈസ് ഹൗ ഐ റോട്ട് ദാറ്റ് സ്റ്റോറി. അത് വലിക്കാൻ ഞാൻ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻസൊക്കെ ആയിരുന്നു എൻ്റെ കാരണങ്ങൾ.